ഹായ് ഗൈസ്, എല്ലാവർക്കും സൺഡേ ഫണ്ടേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചാണ് നടക്കുന്നത്. 101 തൊട്ട് 75 ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഫെയിൽഡാണ്. എനിക്ക് തോന്നുന്നു തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് 1 കിലോ കുറയ്ക്കാൻ പറ്റിയില്ല. 98 തന്നെയാണ് നിൽക്കുന്നത്. സോ ഐ തിങ്ക് നമ്മുടെ ഡയറ്റൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയമായിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഞാൻ സാധാരണ പോലെ തന്നെയാണ് ചെയ്തത് എല്ലാ കാര്യവും. അഫ്കോഴ്സ് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാളിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാ ആഴ്ചത്തെയും മുന്നേ പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭക്ഷണം കുറയ്ക്കേണ്ട സമയമായിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അതാണ് പറയുന്നത്, നമ്മളൊരു പാറ്റേൺ പോണത് ശരിയായില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവുന്ന രീതിയിൽ അങ്ങനെ തന്നെ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ പാറ്റേൺ തെറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച നമ്മൾ വെയിറ്റ് കുറഞ്ഞില്ല. കുറേ ഞാനിങ്ങനെ കണ്ട വീഡിയോസിലൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ ആ ഒരു ഡയറ്റിൽ കറക്റ്റ് പോകുമ്പോൾ അത് പെർഫെക്റ്റായി പോകണവരതാവുക. എന്നിട്ട് നമുക്ക് ചേഞ്ചസ് ഇല്ലെങ്കിൽ നമ്മളെന്താ പറയുക, അടുത്ത ആഴ്ച ഡയറ്റ് ചേഞ്ച് ചെയ്യാൻ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കുറയ്ക്കുക. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചെയ്തേക്കണത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഈ ആഴ്ച ഫെയിലായി. 98 തന്നെയാണ് നിൽക്കുന്നത്. വെയിറ്റ് കൂടുകയോ കുറഞ്ഞിട്ടോ ഇല്ല, 98 തന്നെയാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഭക്ഷണം ഇനിയും കുറയ്ക്കണോ അതോ കാർഡിയോ കൂട്ടണോ? കാരണം കാർഡിയോ ഞാൻ കുറച്ചാണ് ചെയ്യാറ്. അതിനി കൂട്ടി വരണം. കാരണം ഒന്നാമത് ഞാൻ 101 kg ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ കാർഡിയോ ചെയ്യുമ്പോൾ തന്നെ ചേഞ്ചസ് വന്നുകൊണ്ടാണ് ഞാനത് ചെയ്തത്, കുറച്ച് കാർഡിയോ മാത്രമായിട്ട്. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ കുറഞ്ഞ് വരുമ്പോൾ ഇനിയും കുറയണമെങ്കിൽ നമ്മൾ കാർഡിയോയുടെ അളവ് കൂട്ടണം. പോരാത്തതിന് വയ്യായ കൂടി വരുന്നുണ്ട്. ചെറിയ ചുമയും കോൾഡൊക്കെ ഉണ്ട്. അത് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ കോൾഡ് ഇപ്പോഴും ചുമയും ഇത് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നൊന്നും അറിയില്ല. എന്തായാലും രാവിലെ എൻ്റെ ഓടൽ നടക്കില്ല. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഫുഡ് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഓട്ടത്തിന് പോകാനുള്ള പ്ലാനാണ്. എന്തായാലും ഗോൾഡ് കുറച്ചുകൂടി സെറ്റായി കഴിഞ്ഞാൽ രാവിലത്തെ ഓട്ടം കൂടിയും പിടിക്കണം. അത് ഒരു വട്ടം തുടങ്ങണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ നടന്നില്ല. ഞാൻ പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ, ഞാൻ ഇനി നാളോട്ട് ഓടാമെന്നൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. പക്ഷെ അന്ന് നടന്നില്ല. ഇപ്പോൾ ഇത്രയും നാളായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നോക്കട്ടെ. എല്ലാ ദിവസവും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഡയറ്റ് വെച്ച് പിടിക്കാനും നോക്കണത്. ഈ ഗോൾഡ് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണം കാർഡിയോടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ കേസ് പറയാനുള്ളത്, ഞാൻ മറ്റേ സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല തുടക്കത്തിന്. പിന്നെ DCക്കും പോകാൻ പറ്റിയില്ല. 2 പടം പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അത് രണ്ടും കാണണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ നമ്മുടെ ആ സാഹചര്യത്തിനൊത്ത് അത് വരുന്നില്ല. ഇന്നലെ രാത്രി പോകാമെന്നാണ് വിചാരിച്ചത്, അത് നടന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അത് എന്തെങ്കിലും ചെയ്യണം. ഒരു ഐഡിയ ഇല്ല നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഒന്നെങ്കിൽ ഇന്ന് കാണും, അല്ലെങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യും. സിനിമ കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് റിവ്യൂ ഒന്നും പറയാത്തത്. കാരണം നമ്മൾ ആ സിനിമ രണ്ടും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പടത്തിൻ്റെ റിവ്യൂ പറയാമായിരുന്നു. അപ്പോൾ ഒരു പ്ലാൻ നോക്കി ഇനി സെറ്റ് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, അടുത്ത എന്താണെന്നുള്ളൊരു. ഇനിയിപ്പോൾ പടത്തിന് തന്നെ പോവാതിരിക്കുമല്ലോ വേണമെങ്കിൽ, അത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ പടം കാണുന്നത് ഒരു റിലീഫാണ്. പക്ഷേ ഇപ്പോഴത്തെ കോൾഡിൽ എനിക്ക് പറ്റുന്നില്ല. പോരാത്തതിന് ഇന്നലെ അത് തന്നെയായിരുന്നു, ചെറുതായി ചുമ കൂടിയപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുത്തത് പോകാൻ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് വയ്യാണ്ടായി. ഇനിയിപ്പോൾ എന്തായാലും നോക്കട്ടെ. കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോസിൽ എപ്പോഴെങ്കിലും പറയും. പക്ഷേ ഇനിയിപ്പോൾ കാണാൻ സാധ്യത കുറവാണ്. പിന്നെ അടുത്ത ആഴ്ച വിശദാംശംസൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ അടുത്ത ആഴ്ച പിന്നെ ചവറുമാരി സിനിമയാണല്ലോ, ഖലീഫ, ബദലാം കുടുംബ യൂണിറ്റ്, പിന്നെ നമ്മുടെ ഈ പടം ഇറങ്ങുന്നുണ്ട്, ഐ ആം ഗെയിം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഖലീഫയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം അന്ന് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇല്ല, ഇനിയിപ്പോൾ സിനിമകൾ വേറെ വരും അടുത്ത ആഴ്ചകളിൽ. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഈ പടങ്ങൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എനിക്ക് തുടക്കം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എപ്പോഴാവോ കാണാൻ പറ്റുക, നോക്കിയിട്ട് ഞാൻ ചെയ്യും എന്തായാലും. അപ്പോൾ ശരി. അപ്പോൾ നമ്മുടെ സൺഡേ ഫണ്ടേ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ശരി, താങ്ക് യു.